മാധവൻ ഈ എന്താണ് പറയുന്നത്, സ്പാനിഷ് സോങ് പാടുന്നു ഇങ്ങനെ പറഞ്ഞു കേട്ടു. അത് എന്താണ് എന്ന് കേൾക്കാൻ ഒരു ആകാംക്ഷയുണ്ട്. ഇതേ സ്പാനിഷ് സോങ് പാടി അതിന്റെ വേർഷൻ കേട്ടപ്പോഴാണ് ഗോപി സാർ എനിക്ക് പാടാൻ വിളിച്ചത്. സോ ഡെസ്പസീറ്റോ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അത് ഒരു സ്പാനിഷ് സോങ് ആണ്. ഇറ്റ് സ്റ്റിൽ റിമെയിൻസ് ദ മോസ്റ്റ് വ്യൂഡ് സോങ് ഓൺ യൂട്യൂബ്. അപ്പം അതിന്റെ കവർ ഞാൻ ചെയ്തതായിരുന്നു. അത് Sí, sabes que ya llevo un rato mirándote. Tengo que bailar contigo hoy. Vi que tu mirada ya estaba llamándome. Y hasta mil caminos que yo voy. Despacito, quiero desnudarte besos despacito. Firma las paredes de tu laberinto y hacer de tu cuerpo todos tus manuscritos. Despacito, quiero estirar tu cuello despacito. Deja que te diga cosas al oído para que te acuerdes si no estás conmigo. Despacito. ഭയങ്കര കൊനഷ്ട വരികളാണ് അല്ലേ? ഇതിന്റെ ഒറ്റ വാക്ക് ഡെസ്പസീറ്റോ, ആ ഒരൊറ്റ വാക്കിന്റെ അർത്ഥം മാത്രമേ അറിയുള്ളൂ. സ്ലോലി സ്ലോലി സ്ലോലി. അതൊഴികെ ബാക്കി ഒന്നും എനിക്കറിയില്ല അർത്ഥം. ബാക്കി ഫുൾ കേട്ട് എന്താണോ കേട്ടത് അത് ഞാൻ എഴുതി പഠിച്ചതാ. നൈസ് നൈസ് നൈസ്, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. പ്രീത ഒരുപാട് നാടകഗാനങ്ങൾ പാടിയിട്ടില്ലേ? ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പാട്ട് സ്ഥിരമായിട്ട് പാടാറുണ്ടല്ലോ, എനിക്ക് ഓർമ്മയുണ്ട്. വാസവദത്ത എന്ന നാടകത്തിലെ വൈപ്പിൻ സുരേന്ദ്രൻ മാഷ് ഈണം നൽകിയ പാട്ടാണ്. അതിന് ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡും നാടകഗാനങ്ങളുടെ കിട്ടി. സമയമായില്ല പോലും തോഴി ഇന്നിൻ ഹൃദയത്തിൽ കനലിൻ്റെ ആഴി, എരിമണൽ പരപ്പിലും വിരിയുന്നതെന്റെ പ്രണയത്തിൻ മധുമാസ പുഷ്പം. ഇന്നെനിക്കാമദനന്റെ ഓർമ്മ പോലും മധുരം. സമയമായില്ല പോലും തോഴി. താങ്ക് യു ചേട്ടാ. ഇത് നമ്മൾ അവിടെ പാടി പിന്നീട് അന്ന് കാസറ്റിൽ പാട്ട് ഇതാക്കുന്ന സമയമാണ്. അതൊന്ന് കളക്ട് ചെയ്ത് വെക്കാൻ പോലും നമുക്ക് പിന്നീട് കിട്ടാത്ത ഒരു സമയത്ത് പാടിയതാണ്. അതുകൊണ്ട് ഇത്ര തന്നെ എനിക്ക് ഓർമ്മയുള്ളൂ പാട്ടിന്റെ. മാധവ് ഈ കവർ സോങ്ങിന്റെ ആശാനാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്ര സോങ്സ് പാടിയിട്ടുണ്ട് കവർ സോങ്സ്? ആക്ച്വലി ഇൻസ്റ്റാഗ്രാം റീൽസും യൂട്യൂബ് കവേഴ്സുമായിട്ട് ഞാനൊരു വിത്തിൻ 12. അതിലേതെങ്കിലും ഒരു പാട്ട്? പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ അലയുകയല്ലോ. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തന്നേതോ തേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ അലയുകയല്ലോ. ഈ ഹിന്ദി പാട്ട് പാടുമ്പോൾ അതിലെ ഡിക്ഷൻ എങ്ങനെയാണ് പ്രീത നോക്കാറുള്ളത്? നേരത്തെ സ്പാനിഷിന്റെ കാര്യം പറഞ്ഞു. ചേട്ടാ, ഞാൻ ഹിന്ദി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലാംഗ്വേജാണ്. പണ്ട് അച്ഛനും അമ്മയും ബോംബെയിൽ താനെയിലായിരുന്നു. അപ്പം ഞാൻ ഏറ്റവും ഇളയാള്. ഞാൻ നാട്ടിലാണ് എൻ്റെ ജനനമൊക്കെ, മലപ്പുറം. അപ്പം ഇവർ തമ്മിൽ ഹിന്ദിയിൽ സംസാരിക്കുന്നത് തീരെ കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടെ ഇത് എന്താണെന്ന് അറിഞ്ഞൂട. ഒരു ഭാഷയാണ്, രാഷ്ട്രഭാഷ എന്നൊക്കെ പിന്നീട് അറിയുന്നു. പിന്നെ അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു ഇതായി. പിന്നെ ഹിന്ദി പണ്ട് നമുക്ക് ഒരു ചിത്രഹാറും ഹിന്ദിയിൽ വരുന്ന ഒരു സിനിമയും, ഞായറാഴ്ചകളിലുള്ള ഒരു സിനിമയും, പിന്നെ ഹിന്ദി ന്യൂസ് അത്ര ഒന്നും കേൾക്കില്ല. അങ്ങനെ കണ്ട് കേട്ട് പിന്നെ ഹിന്ദി ലാംഗ്വേജ് എടുത്ത് പഠിച്ച് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിലോട്ടൊരു ഭയങ്കര ഇഷ്ടം. പിന്നെ സുവോളജി കഴിഞ്ഞിട്ട് ഞാൻ MA ഹിന്ദിക്കാണ് പോയത്. അപ്പോൾ എപ്പോഴും ഈ ഉച്ചാരണവും ഒക്കെ ഹിന്ദി ആൾക്കാർ സംസാരിക്കണം. അതുപോലെ ഞങ്ങൾ രണ്ടുപേരും, ഞാനും അമ്മയും ആക്ച്വലി വീട്ടിൽ, എനിക്ക് ICSE ആണ് ഞാൻ 10th വരെ പഠിച്ചത്. അപ്പം 8ാം ക്ലാസ് വരെ ഞങ്ങൾക്ക് ഹിന്ദി പഠിക്കണം, കമ്പൽസറി ആണ്. അപ്പോൾ ഞങ്ങളുടെ ടീച്ചറും ഹിന്ദിക്കാരിയായിരുന്നു. അപ്പോൾ എൻ്റെ പരിപാടി എന്താ, നമുക്ക് ടീച്ചറിനെ മാക്സിമം ഇമ്പ്രസ് ചെയ്യാന്നുള്ളതാണല്ലോ, സോപ്പിടുക എന്നുള്ളതാണല്ലോ. സോ
ഞങ്ങൾക്ക് എനിക്ക് മാക്സിമം അത് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഞാൻ മാമുമായിട്ട് ഹിന്ദിയിൽ സംസാരിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ വീട്ടിൽ ചെന്ന് ഈ കാര്യം പറയുമ്പോൾ അമ്മ മനസ്സിലായി ഓക്കെ ഇന്ന് തൊട്ട് നമുക്ക് വീട്ടിൽ ഹിന്ദിയിൽ സംസാരിക്കാം. അങ്ങനെ സംസാരിച്ച് എനിക്ക് മാമിൻ്റെ അടുത്ത് ഹിന്ദിയിൽ സംസാരിക്കാൻ പറ്റി. അപ്പം ഫ്ലുവൻസി, പിന്നെ എവിടെ ഹിന്ദിയിൽ സംസാരിക്കുന്ന ആളെ കണ്ടാലും ഞാൻ മാക്സിമം അവരുമായിട്ട് ഹിന്ദിയിൽ കോൺവേഴ്സ് ചെയ്യാൻ നോക്കും. അപ്പോൾ നിങ്ങൾ ഹിന്ദിയിൽ നിന്ന് സംസാരിച്ചു നോക്കി? ക്യാ ബാത് കരേ, ഹിന്ദി में क्या बात करने गए? आप इतने घबरा रहे थे क्यों कब? गाते वक्त? ऐसा इनके क्यों? सामने गा रहा हूँ ना इनके मैं. सामने गा रहे हो. अच्छा तो എന്താ പറഞ്ഞേ? പേടിച്ചിട്ടാണല്ലോ. എനിക്ക് ഹിന്ദി പാട്ടുകൾ പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ പാടി കേട്ട് വളർന്ന. ഞാൻ പാടുമ്പോഴും ഡിക്ഷൻ ശരിയാവാറുണ്ടെന്ന് മേരി ആവാസ് സുനോക്കി പോയിട്ടുണ്ട് ചേട്ടാ. ഞാൻ പ്രദീപ് ഏട്ടൻ വിൻ ചെയ്ത് വന്നതിന് ശേഷമുള്ള ഇതില് അപ്പോഴും അവര് ഒരു സൗത്ത് ഇന്ത്യൻ പാടുന്ന മല്ലു ഹിന്ദി എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ അതില്ല, യുവർ ഓക്കെ നന്നായിട്ട് പാടും. അപ്പൊ അത് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ധൈര്യമാണ് ഹിന്ദി സോങ്സ് പാടാൻ.